ഹായ്, NTRന്റെ 30ാമത്തെ ചിത്രം എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ദേവര റിലീസ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. ഞെട്ടിക്കുന്ന ട്രെയിലറായിരുന്നു. അതുപോലെ ഇപ്പോൾ റിലീസിനോടനുബന്ധിച്ച് പുതിയ ട്രെയിലർ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. അതുപോലെ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സംവിധാനം കൊരട്ടാല ശിവയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ബോളിവുഡ് ആക്ടർ സെയ്ഫ് അലി ഖാൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കഥയും ഡയറക്ഷനും എല്ലാം ഒരാൾ തന്നെയാണ്. അതിൻ്റെ റിലീസ് ട്രെയിലറാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ NTR കിടില ലുക്കിലൊക്കെയാണ്. ഒരു ആക്ഷൻ മൂവി കൂടെയാണ് ഈ ദേവര എന്ന ചിത്രം. ഏതായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. ട്രെയിലറിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ പുതിയ ചാനലാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട്. വെള്ളം അത്രയും ബ്ലഡ് കടല്. VFXനൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഉള്ള ചിത്രം കൂടെയാണ്. ദേവരയുടെ കഥ കേൾക്കണം. అంత భయం ఇருக்கு. సముద్రం మీద ఒక దేవుడున్నాడు చాలు. కొండ మీద ఇంకో దేవుడిని తయారు చేస్తే అది మీకే మంచిది కాదు బైరా. యాక్షన్ సీనొക്കെ వేరే లెవెల్. అనురుద్ పోళీ మ్యూజిక్. ముందుండేవి మంచి రోజులు కాదు దేవరా. మన అనుకునే వాళ్ళెవరు మనోళ్ళు. ఛాలెంజింగ్. సముద్రం ఎక్కాల, సేఫ్ సముద్రం ఏలాల. yes. ഷാർക്കുമായിട്ടൊക്കെ ഫൈറ്റ് ഉണ്ടോ തോന്നുന്നു. ലെവൽ. വെള്ളത്തിന് അടിയിൽ വെച്ചൊക്കെ ഫൈറ്റ് ഉണ്ട്. దేవరడిగినాడంటే చెప్పినాడని. സാബൂസറിൽ ആർട്ട്. യെസ്, എന്തായാലും കിടില റിലീസ് ട്രെയിലർ ആയിരുന്നു ദേവര. എന്തായാലും കൂടുതലും കടലിലെ സീൻസൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാണിക്കുന്ന തന്നെ നല്ല ആ വെള്ളം അടിച്ചു കയറുന്ന, ആ തിര അടിച്ചു കയറുന്ന ഒരു ചുവന്ന റെഡ് കളറ്, ബ്ലഡിൻ്റെ കളറ്. പിന്നെ ഒരു കടലിലെ സീൻസൊക്കെ ഒരുപാട് VFXും കാര്യങ്ങളും ഉള്ളതൊക്കെയാണ്. കൂടുതലും VFXന് പ്രാധാന്യമുള്ള ചിത്രം കൂടെയായിരിക്കും ദേവര. അതുപോലെ NTR ഒരു രക്ഷയില്ല. ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്ന വേറെ ലെവലാണ്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്, BGM കാര്യങ്ങളും ആയിരിക്കും ഈ ചിത്രത്തിലെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയേണ്ടത്. ഇറങ്ങുമ്പം അത് ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കേൾക്കാം. എന്തായാലും കൂടുതലും ആക്ഷനും അല്ലേ, ആക്ഷൻ മൂവിയാണ്, പക്ക ആക്ഷൻ മൂവിയാണ്. ഒരു കുറച്ച് ഒരു പഴയൊരു ഇതാണെന്ന് തോന്നുന്നു കഥ പറയുന്നത്. പഴയ ജനറേഷനിലെ അതൊരു 2000 എബോ അല്ല, 18-19 ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു. ഒരു സ്റ്റോറി. ദേവര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നേതാവായിരിക്കണം. ദേവര ജനങ്ങളുടെ ഒരു, അല്ലെങ്കിൽ അവരിൽ ഒരാളായിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു യോദ്ധാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ദേവര പറയുന്നത് ചെയ്തിരിക്കും. അവരുടെ ഒരു ലീഡറായിട്ടാണ് ഈ NTR ചെയ്യുന്ന കഥാപാത്രത്തെ അവർ പറയുന്നത്, ചെയ്തിരിക്കുന്ന കഥാപാത്രം പറയുന്നത്.
തേവര എന്ന ടൈറ്റിൽ കഥാപാത്രം. ആ കഥാപാത്രമാണ് NTR ചെയ്തിരിക്കുന്നത്. അതുപോലെ അനിരുദ്ധാണ് ഇതിന്റെ മ്യൂസിക്. അത് വേറെ ലെവലാണ്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിലെ സെയ്ഫ് അലി ഖാൻ, ചിത്രത്തിലൊരു ബോളിവുഡ് ആക്ടർ സെയ്ഫ് അലി ഖാൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അതുപോലെ കൊരട്ടാല ശിവന്റെ ഡയറക്ഷൻ. അപ്പം എന്തായാലും സെപ്റ്റംബർ 27 ചിത്രം വേൾഡ് വൈഡ് റിലീസ് എത്തുന്നത്. ഒരു പാൻ ഇന്ത്യ മൂവി ആയിട്ടാണ് ചിത്രം ഇറങ്ങാൻ പോകുന്നത്. അതെന്തായാലും ഒരു പക്ക ആക്ഷൻ മൂവി ആയിരിക്കും. എന്തായാലും തൂക്കിയടി, ബോക്സ് ഓഫീസ് തൂക്കിയടി ആയിരിക്കും. അതുപോലെ ഇതില് ട്രെയിലറിൽ കൂടുതലും ഫൈറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു. കുറച്ച് മാസ് ഡയലോഗ്സ്, അതുപോലെ കടലിന്റെ അടിയിൽ സ്രാവുമായിട്ട് ഷാർക്കുമായിട്ടൊരു സീനൊക്കെ പോവുക, ഒരു ഷോട്ടൊക്കെ കണ്ടായിരുന്നു. അതിന്റെ മേളിൽ കയറിയിരുന്ന മറ്റേ ഡീപ് ബ്രൂസി അങ്ങനെയുള്ള ഈ ഹോളിവുഡ് ചിത്രങ്ങളിലെ അതുപോലെയുള്ള ഒരു ഇത്. അതുപോലെ ഒരുപാട് മരിച്ച, അതായത് ബോഡി അസ്ഥി കൂടങ്ങൾ കടലിന്റെ അടിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കപ്പലുകൾ ബോട്ടുകൾ തമ്മിലുള്ള സീൻസ്. ഇപ്പം മെയിനായിട്ടും കടൽ പശ്ചാത്തലത്തിൽ എടുക്കുന്ന മൂവി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് VFXന് ഇമ്പോർട്ടൻ്റ് ഉള്ള ചിത്രം കൂടെയാണ്. അത് ആർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ ബാഹുബലി, ഫസ്റ്റ് സെക്കൻഡ് അതിലൊക്കെ, അതുപോലെ മരക്കാറ്, ഇതിനൊക്കെ ആർട്ട് ചെയ്തിരിക്കുന്ന സാബു സിറിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പെർഫെക്ഷൻ എത്രയാണെന്ന് നമുക്ക് അറിയാം. പക്ക ഒറിജിനാലിറ്റി ആയിരിക്കും. എന്തായാലും സെപ്റ്റംബർ 27 ചിത്രം വേൾഡ് വൈഡ് ഇറങ്ങുന്നതാണ്. എന്തായാലും അല്ലെ, ജൂനിയർ NTR ആകുമ്പോൾ ഫൈറ്റും സോങ്ങിനും, മ്യൂസിക് പ്രത്യേകിച്ച് സോങ്ങിനും ഡാൻസ് എല്ലാം ഒരു പക്ക എന്റർടൈനർ മൂവി തന്നെ ആയിരിക്കും. എന്തായാലും നല്ലൊരു സക്സസ് ആയി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.